ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആദ്യ നടപടി കൃഷിവകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലുള്ള 6 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രജിത്ത് മോഹനൻ വിവരങ്ങൾ നൽകും. പ്രജിത്ത്, വലിയ തോതിൽ ചർച്ചയാക്കപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ നേരിട്ട് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് നടപടി സ്വീകരിക്കാൻ വ്യക്തമാക്കിയിരുന്നതുമാണ്. അത് പരിശോധിച്ച ശേഷം ഇപ്പോൾ ആദ്യ നടപടി എന്ന രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? വലിയ വിമർശനങ്ങൾ സർക്കാരിനും വകുപ്പറ്റ മുഖ്യമന്ത്രിക്കുമൊക്കെ നേരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷനുകൾ അനധികൃതമായി കൈപ്പറ്റി 1458 സർക്കാർ ജീവനക്കാരെ സംരക്ഷിക്കുകയാണെന്നുള്ള ആരോപണങ്ങളും ശക്തമായി നിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് അന്വേഷണങ്ങൾ പാതി വഴിയിൽ നിലച്ചു. കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്നോണം കൃഷിവകുപ്പിലാണ് ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കൃഷിവകുപ്പിലെ 6 ഉദ്യോഗസ്ഥർ, അത് പാർട്ട് ടൈം സ്വീപ്പർമാർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ള 6 പേർ, അതിൽ 6 പേരും 5 പേരും വനിതകളാണ്. ഇവരെ 5 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കൃഷിവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മണ്ണ് സംരക്ഷണ വകുപ്പ് ഡയറക്ടറാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 6 ജീവനക്കാരുടെ പേരുകളാണ് ഈ സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നത്. സജിത കെ എ, ഷീജ കുമാരി ജി, നസീദ് മുബാറക്, ഭാർഗവി പി, ലീല കെ, രജനി ജെ എന്നീ പറയുന്ന ഉദ്യോഗസ്ഥരെയാണ് ഈ രീതിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് തിരിഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് ഇനിയും ഒട്ടേറെ ഉദ്യോഗസ്ഥർ, അതിൽ ഗസറ്റഡ് ഓഫീസർമാർ വരെയുള്ള ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർക്കെതിരെയൊക്കെ ഈ രീതിയിലുള്ള നടപടികൾ, വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സമാനമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ സർക്കാർ ഉത്തരവിൽ പറയുന്ന കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ധനവകുപ്പ് ഈ രീതിയിലൊരു ഉത്തരവ് പുറത്തിറക്കിയത്. 18% പിഴപ്പലിശ കൂടി ഈടാക്കി വേണം ഈ ക്ഷേമ പെൻഷൻ തുക, അവർ അനധികൃതമായി കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കുന്നത് എന്നുള്ളൊരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് പ്രകാരമുള്ള നടപടി സ്വീകരിക്കുന്നതിനും ഇപ്പോൾ ഈ മണ്ണ് സംരക്ഷണ വകുപ്പ് ഡയറക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ അനധികൃതമായി ഈ പറയുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നവരെ സർവീസ് റൂൾ അനുസരിച്ചാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാക്കിയാകുന്ന ചോദ്യം, മറ്റ് വകുപ്പുകളിലും സമാനമായ രീതിയിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളതാണ്. ഈ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആളുകളിലും അത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ സഹായം ചെയ്ത മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ CPM സർവീസ് സംഘടനകളുടെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവർക്കെതിരെയെല്ലാം ഈ രീതിയിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് വീണ ഇപ്പോൾ ബാക്കിയാകുന്നത്.